യുദ്ധം ശരിക്കും യൂണിഫോം മേഖലയെ ബാധിച്ചിട്ടുണ്ടോ? യുദ്ധം എല്ലാ മേഖലയും ബാധിച്ച പോലെ യൂണിഫോം മേഖലയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം യൂണിഫോമിലേക്ക് വരുമ്പം ഇതിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് എടുക്കുന്ന പോളിസ്റ്റർ ആണ് ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പം ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ ഫാക്ടറികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള LPG ഗ്യാസ്, ഡൈയിങ്, പ്രോസസ്സിങ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കെമിക്കലുകളുടെ ലഭ്യത കുറവ്, കൽക്കരിയുടെ ലഭ്യത കുറവ്, ഇതൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ യുദ്ധം നടക്കുന്നത് ഏതെങ്കിലും രാജ്യത്തല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ യുദ്ധം എണ്ണയുടെ വില വർദ്ധിപ്പിക്കും. എണ്ണയുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ തുണിത്തരങ്ങളുടെ വില വർദ്ധിക്കും. തുണിത്തരങ്ങളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ടും യൂണിഫോമുകളുടെ വിലയും വർദ്ധിക്കും. ഇപ്പൊ തന്നെ യൂണിഫോമിന്റെ സപ്ലൈസ് നമ്മളെ വിളിച്ചിട്ട് വലിയ പരാതിയാണ്. ഇങ്ങനെ യൂണിഫോമിന്റെ റേറ്റ്, മാർക്കറ്റിൽ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കൂളിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്തോ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഈ യുദ്ധം കാരണം ഉണ്ടായിട്ടുള്ളത് ഒരു ആഗോള പ്രതിസന്ധിയാണ്. അത് ഒരാളുടെയും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളും അല്ല. ഇപ്പം നമ്മളൊക്കെ TV-യിലും മൊബൈൽ ഫോണിലൊക്കെ യുദ്ധവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കെങ്കിലും നമ്മളുടെയൊക്കെ നിത്യോപയോഗ ചെലവുകൾ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് യൂണിഫോം നൽകുന്ന നിങ്ങളുടെ യൂണിഫോം സപ്ലയറിൻ്റെ ഒക്കെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് അതൊക്കെ.